2018 സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പ്രസ്താവിച്ചു. ഹോമോസെക്ഷുവാലിറ്റി എന്നത് ഒരു കുറ്റകൃത്യമല്ല എന്നായിരുന്നു ആ വിധി. ബ്രിട്ടീഷുകാർ എഴുതിവെച്ച 200 വർഷത്തോളം പഴക്കമുള്ള ഒരു നിയമത്തിന്റെ പൊളിച്ചെഴുത്തായിരുന്നു അന്ന് സുപ്രീം കോടതി ആ വിധിയിലൂടെ ചെയ്തത്. ഇത് സ്വവർഗാനുരാഗത്തോടും സ്വവർഗാനുരാഗികളോടുമുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പരിധിവരെ മാറ്റം വരുന്നതിന് കാരണമായി. ഹോമോസെക്ഷുവാലിറ്റി എന്നത് ഒരു ഡിസോർഡറായും ഒരു പെർവേർട്ടഡ് വേ ഓഫ് ലൈഫായുമെല്ലാം കണ്ടിരുന്ന സമൂഹത്തിൽ അതിനെ സാധാരണമല്ലാത്ത സാധാരണ ബന്ധം മാത്രമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിധിയായിരുന്നു അത്. അതുവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരുന്ന LGBTQ+ ലൈംഗിക ന്യൂനപക്ഷത്തിന് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ തുറന്നുവച്ച ഒരു വാതിലായി അത് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്ന ഓർത്തഡോക്സ് കാഴ്ചപ്പാടുകളും മതപരമായ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇന്നും ലൈംഗിക ന്യൂനപക്ഷങ്ങൾ മുഖ്യധാരയിൽ നിന്നും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളമാകട്ടെ ഇന്ത്യയിലെ ഏറ്റവും പുരോഗമന ചിന്താഗതിക്കാരുടെ നാട് എന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കടുത്ത യാഥാസ്ഥിതിക മനോഭാവത്തിൽ അമർന്നു കിടക്കുന്ന ഒരു നാടുമാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലാണ് കോടതി മുമ്പാകെ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി വന്നത്. ആദില എന്ന പെൺകുട്ടി തൻ്റെ പാർട്ട്ണറായ നൂറയെ അവരുടെ വീട്ടുകാർ അവളുടെ സമ്മതമില്ലാതെ തടഞ്ഞു വച്ചിരിക്കുകയാണെന്നും തൻ്റെ കൂടെ താമസിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടുള്ള ഹർജിയായിരുന്നു അത്. സെക്സ് എന്ന വാക്ക് പോലും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു നാട്ടിൽ, സ്വവർഗാനുരാഗത്തെ അവജ്ഞയോട് കാണുന്ന ഒരു നാട്ടിൽ ലെസ്ബിയനിസം എന്നത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ ആദിലയുടെയും നൂറയുടെയും ഹർജി തീർപ്പാക്കിക്കൊണ്ട് പ്രായപൂർത്തിയായവർക്ക് ലിംഗവ്യത്യാസമില്ലാതെ ഒരുമിച്ച് ജീവിക്കാനും താമസിക്കാനും അവകാശമുണ്ടെന്ന് കോടതി വിധിച്ചു. 2022 മെയ് 31 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിച്ച ആ വിധി ആദിലയെയും നൂറയെയും ഒരുമിപ്പിച്ചപ്പോൾ അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ പൊട്ടിത്തെറികൾ ചില്ലറയൊന്നുമായിരുന്നില്ല. ഗേ സെക്സ് എന്നത് പരിചിതമായ ഒരു വാക്കാണെങ്കിലും അതിനേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ചുറ്റുപാടുമുണ്ടെങ്കിലും സ്ത്രീകളുടെ സ്വവർഗാനുരാഗം എന്നത് നമ്മുടെ സമൂഹത്തിൽ അത്രയൊന്നും ഉയർന്നു കേട്ടിട്ടില്ലാത്ത ഒരു വിഷയമായിരുന്നു. ലെസ്ബിയനിസത്തെ തങ്ങളുടെ പ്രമേയമാക്കി മാറ്റാൻ സാഹിത്യകാരന്മാർ പോലും അപൂർവമായേ ശ്രമിച്ചിട്ടുള്ളൂ. മാധവിക്കുട്ടി, ശോഭാഡെ, അനിത നായർ തുടങ്ങിയ ഏതാനും ചില എഴുത്തുകാരികൾ മാത്രമാണ് സ്വവർഗാനുരാഗികളായ പ്രണയിനികളെപ്പറ്റി എഴുതിയിട്ടുള്ളൂ. മലയാള സിനിമയിലാകട്ടെ അത് അപൂർവങ്ങളിൽ അപൂർവവും. 1978 മോഹൻ സംവിധാനം ചെയ്ത 2 പെൺകുട്ടികൾ എന്ന സിനിമയുടെ തീം സ്വവർഗാനുരാഗികളായ പെൺകുട്ടികളെ പറ്റിയായിരുന്നു. PT നന്ദകുമാർ രചിച്ച അതേ പേരിലുള്ള നോവലാണ് ഇതിൻ്റെ പ്രമേയമായി എടുത്തത്. എന്നാൽ നോവലിൻ്റെ തീമായി വന്ന ലെസ്ബിയനിസം സിനിമയിലെത്തുമ്പോൾ അത് പാടെ നിരാകരിച്ചുകൊണ്ടാണ് സിനിമയൊരുക്കിയിരിക്കുന്നത്. പിന്നീട് മലയാള സിനിമയിൽ ലെസ്ബിയനിസം ഒരു അന്തർധാരയായി വന്നത് ദേശാടനക്കിളി കരയാറില്ല എന്ന P. പത്മരാജൻ സംവിധാനം ചെയ്ത സിനിമയിലാണ്. ഒരേ സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ തമ്മിലുള്ള അടുപ്പവും അവർ രണ്ടുപേരും സ്കൂളിൽ നിന്ന് ഒളിച്ചോടുന്നതും ദൂരെ ഒരു സ്ഥലത്ത് ആരും അറിയാതെ ഒരുമിച്ച് താമസിക്കുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം. അവസാനം 2 പേരെയും കണ്ടുപിടിക്കപ്പെടുമ്പോൾ 2 പേരും അടച്ചിട്ട മുറിയിൽ ഒരേ കട്ടിലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്ത് കിടക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുന്നു. പ്രത്യക്ഷത്തിൽ സ്വവർഗാനുരാഗത്തിന്റെ സൂചനകളൊന്നും ഈ സിനിമ തരുന്നില്ലെങ്കിൽ പോലും അത് ഒരു അന്തർധാരയായി ആ സിനിമയിൽ അലിഞ്ഞു കിടക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സംവിധായകൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി സംവിധായകനോട് ചോദിച്ചപ്പോൾ അത് പെൺകുട്ടികൾ തമ്മിലുള്ള സ്വവർഗാനുരാഗത്തിൻ്റെ കഥയെ കാവ്യാത്മകമായാണ് താൻ ചിത്രീകരിച്ചത് എന്നാണ് P. പത്മരാജൻ പറഞ്ഞത്. 3 ദശകങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ സ്വവർഗാനുരാഗികളെ പെൺകുട്ടികൾക്ക് ഒരുമിച്ച് ജീവിതം കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പത്മരാജൻ എന്ന എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കഥ അവസാനിക്കുന്നിടത്ത് പെൺകുട്ടികൾ മരിക്കുന്നതായി മാത്രമേ ചിത്രീകരിക്കാൻ കഴിയുള്ളായിരുന്നു. ഒരു കോടതി പോലും അത് അംഗീകരിക്കില്ലായിരുന്നു. കാരണം അതൊരു കുറ്റകൃത്യമായിരുന്നു അക്കാലത്ത്. സാലിയും നിമ്മിയും ഇന്നത്തെ നൂറയും ആദിലയിലും എത്തുമ്പോൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നില്ലെങ്കിലും കോടതി അവരുടെ റിലേഷൻഷിപ്പിനെ അംഗീകരിക്കുകയും ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വ്യത്യാസം. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ബന്ധുക്കൾക്ക്,
നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എത്രമാത്രം ഇടപെടാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവിചിന്തനവും നടത്തേണ്ടുന്ന ആവശ്യകതയിലേക്ക് ആദിലയുടെയും നൂറയുടെയും ജീവിതം നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതപരവും കുടുംബപരവും സാമൂഹ്യപരവുമായ നമ്മുടെ പല ബോധ്യങ്ങൾക്കും മുകളിലാണ് വ്യക്തിയും വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമെന്ന പുരോഗമനപരമായ കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിലേക്ക് പതുക്കെ ഇറങ്ങി വരികയാണ്. പതുക്കെയാണെങ്കിലും ഇന്ന് ആദിലയും നൂറയും അവരുടെ ജീവിതവും ഉൾക്കൊള്ളാനുള്ള പാതയിലൂടെയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത്. അവരുടെ ജോലി സ്ഥലത്തും അവർ ഇടപഴകുന്ന മേഖലകളിലുമെല്ലാം തന്നെ അവർക്ക് സാധാരണമെന്ന പോലെ ഇടപഴകാവുന്ന ഒരു അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസിലും അവരും അവരുടെ ജീവിതവും അവർ പറയുന്ന വാക്കുകളും സമൂഹം ചെവിയോർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏതൊരു സമൂഹവും ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നാം ഇന്ന് അനുഭവിക്കുന്ന ജീവിതവും സ്വാതന്ത്ര്യവും ചിന്തകളുമെല്ലാം തന്നെ കാലാകാലങ്ങളിലായി മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മളിൽ എത്തിച്ചേർന്നതാണ്. പല മാറ്റങ്ങളുടെയും തുടക്കങ്ങൾ അന്വേഷിച്ചു പോയാൽ അതിൻ്റെയൊക്കെ കാരണക്കാരായി മാറുന്നത് പലപ്പോഴും വ്യക്തികളുടെ സമൂഹത്തിനെതിരെന്ന് ചാർത്തപ്പെട്ട എടുത്തുചാട്ടമെന്ന് കുറ്റപ്പെടുത്തിയ സ്വന്തം ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നുവെന്ന് കാണാൻ കഴിയും. നമുക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള സത്യം നാം അംഗീകരിക്കേണ്ടതുണ്ട്. പത്മരാജൻ തൻ്റെ സിനിമയിൽ പോലും ചിത്രീകരിക്കാൻ ഭയന്ന് സിനിമ അവസാനിക്കുന്നിടത്താണ് ആദിലയും നൂറയും കാണിച്ചു തന്ന ജീവിതം നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. അവരിവിടെ ജീവിക്കട്ടെ, കാരണം അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതമാണ്, അവരുടെ മാത്രം ജീവിതം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.